നമസ്കാരം. ഫാറ്റി ലിവർ രോഗം എന്താണ്? കരളിൽ കൊഴുപ്പ് കൂടുതലാകുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനുള്ള ശരീരത്തിലെ പ്രധാന അവയവമാണ് കരൾ. ആരോഗ്യമുള്ള ഒരു കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ല. നിങ്ങൾ അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ശരീരം കലോറിയിൽ ചിലത് കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് നിങ്ങളുടെ കരൾ കോശങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. നിങ്ങളുടെ കരളിന്റെ ആകെ ഭാരത്തിന്റെ 5% കൂടുതൽ കൊഴുപ്പ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉള്ളത്. കാലക്രമേണ ഫാറ്റി ലിവർ സിറോസിസിലേക്ക് നയിക്കുന്നതിന് കാരണമായേക്കാം. ഫാറ്റി ലിവറിന് പലപ്പോഴും ലക്ഷണങ്ങൾ കാണിക്കാറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ചിലരിൽ ക്ഷീണം, വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി വേദന അല്ലെങ്കിൽ അസ്വസ്ഥത, ഓക്കാനം, വിശപ്പില്ലായ്മ, ഭാരം കുറയൽ എന്നിവ ഉണ്ടാകാം. ഗുരുതരമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം, ചർമ്മത്തിലും കണ്ണുകളിലും മഞ്ഞ നിറം, വയറുവീക്കം, അടിവയറ്റിൽ ദ്രാവകം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, കാൽമുട്ടുകൾക്ക് താഴെ വീക്കം, ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, എളുപ്പത്തിൽ രക്തസ്രാവം ഉണ്ടാകുക, ക്ഷതങ്ങൾ ഉണ്ടാവുക, മാനസിക നിലയിലെ മാറ്റങ്ങൾ, അതായത് ആശയക്കുഴപ്പം, മയക്കം മുതലായവ. ഫാറ്റി ലിവർ രോഗത്തിന് കാരണമാകുന്നത് എന്താണെന്ന് നോക്കിയാൽ വയറിന് ചുറ്റും അമിത ഭാരമോ പൊണ്ണത്തടിയോ ഉണ്ടാകുന്നത്, ടൈപ്പ് 2 പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധമുള്ളവരിൽ, രക്തത്തിലെ ഉയർന്ന കൊഴുപ്പ് അഥവാ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഉയർന്ന ട്രൈഗ്ലിസറൈഡുകൾ, അമിതമായി മദ്യം കഴിക്കുന്നവർ, അപൂർവം ചിലരിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം, ചില മരുന്നുകൾ, പോളിസിസ്റ്റിക് ഓവേറി സിൻഡ്രോം, ചിലരിൽ ഗർഭകാലത്തും ഫാറ്റി ലിവർ ഉണ്ടാകാം. അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസി ഒരു അപൂർവ സങ്കീർണതയാണ്. ഇത് 3-ാം മാസത്തിലോ ജനനത്തിന് തൊട്ട് പിന്നാലെയോ സംഭവിക്കാം. ഫാറ്റി ലിവർ രോഗം എങ്ങനെ നിർണയിക്കും? ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നിയാൽ ഒരു ഡോക്ടറിനെ കാണുക. തുടർന്ന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, സ്കാനിംഗ് മുതലായവ വേണ്ടി വന്നാൽ നിർദ്ദേശാനുസരണം ചെയ്ത് രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ആരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക. മദ്യം ഒഴിവാക്കുക. ദിവസവും വ്യായാമം ചെയ്യുക. കഴിയുമെങ്കിൽ ഇതെല്ലാം ഒരു ഡോക്ടറുടെ കീഴിലായാൽ നിങ്ങളുടെ ആകെ മൊത്തം ശാരീരിക പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താവുന്നതാണ്. തുടക്കത്തിലെ തിരിച്ചറിഞ്ഞാൽ നിസ്സാരമായി പരിഹാരം കണ്ടെത്താനാകുന്ന ഒരു രോഗാവസ്ഥയിൽ വൈകിയാൽ അതുപോലെ തന്നെ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം ആവശ്യമായി കരുതി മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ നമസ്കാരം.